നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സാധനം. കാർത്തിയായനിയുടെ വീട്ടിൽ പരിശോധന നടത്തുന്ന എക്സൈസ് സംഘം. ഈ പെണ്ണ് വന്നതിന് ശേഷം ഞാൻ ആ ബിസിനസ് നിർത്തി. നമ്മൾ ഒരേ മനസ്സോടെ ഈ പ്രശ്നത്തെ നേരിട്ടേ തീരും. സുധി കുഞ്ഞിനെ ദത്തെടുക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് വിശ്വനാഥൻ ഉണ്ണിത്താന്റെ വീട്ടിലെത്തുന്നു. നിങ്ങൾ അവർ രണ്ടുപേരെയും ഇങ്ങോട്ട് വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കണം. നിരഞ്ജന ഗർഭിണിയാണെന്ന സുധിയുടെ വാക്കുകൾ ജയന്തിയെ വിഷമിപ്പിക്കുന്നു. രാത്രി മഴ തുടരുന്നു. അവന്റെ കുഞ്ഞ് ഇതേ സമയം മറ്റൊരു പെണ്ണിന്റെ വയറ്റിൽ വളരുന്നുണ്ട്. അവനാ സത്യം അറിയില്ല, നിരഞ്ജനയ്ക്കും അറിയില്ല. സുധിക്കൊരു കുഞ്ഞു വേണമെങ്കിൽ അർച്ചനയുടെ കുഞ്ഞിനെ എത്തിച്ചു കൊടുത്തൂടെ? ഏത് കുഞ്ഞാണെന്ന് അവർ രണ്ടുപേരും അറിയില്ല. ഒരു അവിഹിത സന്തതിയെ സ്വീകരിക്കുന്നതിനേക്കാൾ നല്ലത് ഇതല്ലേ? എന്റെ വിധി ഈ ഭൂമിയിൽ ഒരമ്മയ്ക്കും ഉണ്ടാവില്ല. എന്റെ മനസ്സ് കാണാൻ ഏട്ടൻ മാത്രമേ ഉള്ളൂ. ഏട്ടനിത് ഏക്കണം. ജയന്തി, അത് പിന്നെ എങ്കിൽ എന്റെ മോന്റെ കുഞ്ഞായിട്ട് എനിക്കതിനെ ഓമനിച്ച് വളർത്താം. അർച്ചനയ്ക്കും അത് സന്തോഷമാവും. അവൾ ആഗ്രഹിക്കുന്നതും അതാവില്ലേ? നീ ഇപ്പോ എന്നെ ഒരു ധർമ്മസങ്കടത്തിൽപ്പെടുത്തിരിക്കുക. എന്റെ മനസ്സ് പൊള്ളുന്നത് ഏട്ടൻ അറിയുന്നില്ലേ? ഏട്ടൻ സുധിയോട് ഒന്ന് സംസാരിക്കും. അവര് സ്വീകരിക്കാൻ പോകുന്ന ആ കുഞ്ഞിനെ വേണ്ടെന്നൊന്നും പറയും. നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ഏട്ടൻ കണ്ടുപിടിച്ചു കൊടുക്കാന്ന് പറയും. എന്തായാലും അർച്ചനയുടെ കുഞ്ഞിനെ നമ്മൾ ഏറ്റുവാങ്ങാൻ പോവല്ലേ? അതിനുവേണ്ടി നമ്മൾ വേറൊരു ഓർഫനേജ് തേടണ്ടല്ലോ. അളിയൻ ചിന്തിക്കുന്നത് എന്താണെന്ന് ജയന്തിക്ക് ഇതുവരെ മനസ്സിലായില്ലേ? കണ്ണടച്ച് ഇരുട്ടാക്കുകയാണോ നീ ചെയ്യുന്നത്? നമ്മൾ അർച്ചനയെ കൈയൊഴിഞ്ഞത് എന്തിനാ? അവളെ നാട് കടത്തിയിട്ട് എന്ത് നേടി? എന്നിട്ട് അവളുടെ കുഞ്ഞിനെ ഈ വീടിന്റെ പടി കയറ്റാൻ അളിയൻ സമ്മതിക്കുമോ? പിന്നെന്തിനു നമ്മളിതൊക്കെ ചെയ്തു? അളിയൻ ഇപ്പോഴും വിശ്വാസമുണ്ട് അവർ പോയി കണ്ട ആ പെണ്ണിനെ കണ്ടെത്താൻ കഴിയുമെന്ന്. സുധിയുടെ കളി പൊളിക്കാനുള്ള ശ്രമത്തിലാ അളിയൻ. കൂടുതലൊന്നും നീ മോഹിക്കരുത്. അർച്ചനയുടെ കുഞ്ഞിനെ ഇവിടെ കയറ്റാൻ അളിയൻ കൂട്ടു നിൽക്കില്ല. നീ അത് മറന്നേക്ക് ജയന്തി. നിനക്ക് വേണ്ടി ഇക്കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വലിയൊരു ട്രാജഡി ആയി പോയല്ലോ സുധി. നീ അതിൽ തകർന്നു പോകാതിരുന്നത് നന്നായി. നിരഞ്ജന എങ്ങനെ? നിന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ആളാണോ? കുറെ കാര്യങ്ങളൊക്കെ ഞാൻ അവളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഗുഡ്, അത് നല്ല തീരുമാനമായിരുന്നു. അവളതിന് വലിയ വിലയൊന്നും കൽപ്പിച്ചില്ല. ദിവസവും കോർട്ടിൽ പലതരം ആളുകളെ കാണുന്നവളല്ലേ അവള്. സത്യത്തിൽ എനിക്ക് ഇപ്പോഴാണ് സമാധാനമായത്. നിന്നെ പിരിയാൻ മനസ്സ് കാണിച്ചത് അർച്ചനയല്ലേ? അവളുടെ വിവാഹം കഴിഞ്ഞിട്ടല്ലേ നിന്റെ വിവാഹം നടന്നത്? മനസ്സിൽ കുറച്ച് നീറ്റിലൊക്കെ ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. കാലം വായിക്കാത്ത മുറിവില്ലെന്നല്ലേ പറയാറ്? എന്റെ മനസ്സിലെ മുറിവ് ഒരിക്കലും മായ്ക്കാൻ പറ്റുന്നതല്ല. ആ അതൊക്കെ പോട്ടെ. എടാ, നീ എന്നാ തിരിച്ചു പോന്നേ? ഒരു മാസത്തെ ലീവില വന്ന്. അപ്പോ ഈ വരവില് കല്യാണമില്ലേ? 2 വർഷത്തിനുള്ളിൽ നടക്കും. കുട്ടി സിംഗപ്പൂർ തന്നെയുണ്ട്. അവരുടെ ഫാമിലി പാലക്കാടാ. അത് നന്നായി. നിങ്ങൾ ഹണിമൂൺ ട്രിപ്പായിട്ട് എവിടെയെങ്കിലും പോയോ? ഒരു യാത്രയൊക്കെ പ്ലാൻ ചെയ്തതാ, പക്ഷെ അത് മുടങ്ങിപ്പോയി. നിങ്ങൾ രണ്ടുപേരും ഒരു വിസിറ്റിംഗ് വിസയിൽ സിംഗപ്പൂരിലേക്ക് പാടാ. നീ സമ്മതം തന്നാ മതി, വേണ്ടതൊക്കെ ഞാൻ ചെയ്യാം. അതൊന്നും നടക്കുന്ന കാര്യമല്ല. മനസ്സ് വച്ചാ നടക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ ഫ്രീ ആവുന്ന ദിവസം വീട്ടിലേക്കൊന്ന് വാ. അവളെ പറഞ്ഞ് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ശരി, വരാടാ. നീ വാ, ഇനി ഒരു കപ്പ് ചായ കുടിച്ച് പിരിയാം. വാ. ശരി. അയ്യോ മതി ചേച്ചി, മതി, വയറ് നിറഞ്ഞു. കഴിക്കേ. ദേ ഇത് കണ്ടോ, നല്ല നാടൻ കോഴിക്കറിയാ. ഇതങ്ങോട്ട് കഴിക്കേണ്ട ചേച്ചി. അങ്ങനെയൊന്നും പറഞ്ഞാ പറ്റത്തില്ല. ഈ കഴിക്കുന്നതേ തള്ളയ്ക്ക് മാത്രമല്ല, വയറ്റി കിടക്കുന്ന കൊച്ചിനും കൂടെ. ആ ബോധം നിനക്ക് വേണം. കഴിക്കേ, നന്നായിട്ട് കഴിക്കും. അയ്യേ, ഇതെന്തോന്ന് തീറ്റിയാ? കൈ നിറച്ചങ്ങോട്ട് വരുത്തിന്നേ. എനിക്ക് മതി ചേച്ചി. ദേ എന്നെ കൊണ്ട് ദേഷ്യം പിടിപ്പിക്കരുത്. ഇങ്ങനെ നുള്ളിയും കുറച്ചും തിന്നാ പെറ്റെണ്ണിക്കണ്ടേ?
കൊച്ചിന് കുടിക്കാൻ ഒരു തുള്ളി പാല് കാണത്തില്ല. പ്രസവ രക്ഷയെന്ന് പറയുന്നതേ ഗർഭത്തിലേ കിട്ടുന്നതാ. നീ അവിടെ ആയിരുന്നപ്പം നേരത്തിനും കാലത്തിനും നിനക്കൊന്നും കിട്ടിയിരുന്നില്ലെന്ന് എനിക്കറിയാം. അത് പിന്നെ എങ്ങനാ? രായപ്പേട്ടൻ കള്ളുകുടിച്ച് ബാക്കി വരുന്നത് കൊണ്ട് വേണ്ടേ കുടുംബം പോറ്റാൻ? തീറ്റിപ്രായമുള്ള വേറെ 2 പിള്ളേരും ഉണ്ട്. ആ മെലിഞ്ഞു തോട്ട പോലെ ഇരിക്കുന്ന പെണ്ണ് ഒരു പറ അരിയുടെ ചോറ് തിന്നും. അവിടെ ദാരിദ്ര്യമൊന്നുമില്ല ചേച്ചി. രായപ്പച്ചേട്ടന്റെ വീട്ടിലെ കാര്യം നീ എന്നോട് പറയണ്ട, ഞാനറിയാത്തതൊന്നും അല്ലല്ലോ. കഴിക്ക്. നിന്നെ നന്നാക്കി എടുക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്നെ കൊണ്ട് പറ്റില്ല. നിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സമയത്തിന് ആഹാരം ഒന്നും കഴിക്കാതെ നിന്റെ വയറ് വരണ്ടു പോയി. നീ എന്ത് ചെയ്യാൻ പോവാ? അല്ല, പാത്രം കഴുകി വെക്കണ്ടേ ചേച്ചി? അതിങ്ങോട്ട് തന്നെ. നീ പാത്രമൊന്നും കഴുകണ്ട. നിന്നെ കൊണ്ട് ഒരു പണിയും ഞാൻ ഇവിടെ ചെയ്യിക്കില്ല. നീ പോയി കൈ കഴുക പോ. ചേച്ചി ചേച്ചി എന്താടാ, എക്സൈസുകാരും വല്ലതും വന്നോ? അതൊന്നുമല്ല, ചേച്ചി ഒന്ന് വന്നേ. എന്താടാ, നീ കാര്യം പറ. ചെവള വന്നിട്ടുണ്ട്. സത്യമാണോടാ നീ പറയുന്നത്? വീട് അറിയാത്തോണ്ട് നേരെ കടയിലോട്ടാ വന്നത്. ആ കാലമാടൻ ഒരു അറിയിപ്പില്ലാതാണല്ലോ വന്നത്. ഇനി എന്ത് ചെയ്യുമെന്ന് എനിക്ക് ഒരു രൂപമില്ല. അവൻ അർച്ചനെ കാണാൻ വരും. വരവ് അതിന് തന്നെയാ. ഒരു തരത്തിലാ ചെവള ഞാൻ കടയിൽ പിടിച്ചിരുത്തിയത്. ചാരായ കുപ്പി എടുത്തു വെച്ചിട്ട് പിന്നാമ്പുറം വഴി ഞാൻ ഓടി വരിക. ചേച്ചി ആലോചിച്ച് നിൽക്കാതെ കടയിലോട്ട് വാ. ചെവള വന്ന് അർച്ചനെ കൊണ്ട് പോകും. ഒരു കാര്യം ചെയ്, നീ ഇവിടെ തന്നെ ഉണ്ടാവണം. അവള് ചോദിച്ചാ ഞാൻ പുറത്തോട്ട് പോയെന്ന് പറഞ്ഞാ മതി. ശരി ചേച്ചി. പിന്നെ എന്താടാ? അവളെ കൊടുത്ത് കാശിങ് വാങ്ങിക്കുന്നല്ലേ ചേച്ചി നല്ലത്. അവൾ ഏത് നിമിഷവും ചാടിപ്പോവും. എടി അച്ചുവേച്ചിയാ, എടുക്ക്. ഹലോ അച്ചുവേച്ചി, മോളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എനിക്ക് പേടിയാവുന്നു മോളെ. അച്ചുവേച്ചി എന്തു പറ്റി? എന്താ? ചെവള രാഘവൻ കാർത്തു ചേച്ചിയുടെ കടയിൽ വന്നിട്ടുണ്ട്. അയ്യോ എന്റെ ഈശ്വര, എന്താ? എന്നോടൊന്ന് പറ. അച്ചുവേച്ചി എങ്ങനെ അറിഞ്ഞു? ഇവിടെ പറയുന്നത് കേട്ടതാ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല മോളെ. അയാൾ ഇങ്ങോട്ട് വരുമെന്ന എന്റെ പേടി. കാർത്തു ചേച്ചി അങ്ങോട്ട് പോയിട്ടുണ്ട്. അയാൾക്ക് ഈ വീട് അറിയില്ല. അയാള് വന്നാ അച്ചുവേച്ചി എന്നെ വിളിക്കണം. വാതിലടച്ചിരുന്നോണം. എന്നെ രക്ഷിക്കാൻ ആരുമില്ല മോളെ. അയാൾ എന്നെ പിടിച്ചോണ്ട് പോവും. കരയില്ല അച്ചുവേച്ചി. അയാള് വന്നെന്നറിഞ്ഞാ എന്നെ വിളിക്കണം. ഞാൻ അച്ഛനെ വിളിച്ച് പറയാം. അച്ചുവേച്ചിയെ കൊണ്ടുപോകാൻ അച്ഛൻ സമ്മതിക്കില്ല. എന്താന്നൊന്ന് പറ. ആര് വന്നെന്നാ? ആ ചെവള കാർത്തിയനയുടെ കടയിൽ വന്നെന്ന്. അയ്യോ, എന്റെ അച്ചുവേച്ചിനെ എന്ത് ചെയ്യും? നീ ഒന്ന് അച്ഛനെ വിളിക്ക്. അയാള് വീട്ടിലേക്ക് വരുമോന്ന് അറിയാതെ അച്ഛനെ വിളിക്കാൻ പറ്റില്ല. എന്റെ അച്ചുവേച്ചിക്ക് എന്തെങ്കിലും പറ്റിയ ഞാൻ ചത്തുകളെ. മോളെ, ആംബ്രോസേ, വെള്ളം എടുക്കാൻ പോയി ഇവനെ കൊണ്ടുപോയി. രാഘവനോ? നീ എപ്പോ വന്നു? ആ, ഞാൻ വന്നിട്ട് കുറേ സമയമായി. അവനോട് ആംബ്രോസ്? അത് പിന്നെ അവനിവിടെ ഉണ്ടായിരുന്നല്ലോ. ആ, എന്നാ പോടി. എവിടെ? ആ, അതെന്ത് ചോദ്യാടി? ഞാൻ അർച്ചനെ കാണാൻ വന്നതല്ലേ. നീ വാ, എനിക്കിപ്പോ തന്നെ അവളെ കാണണം. ഒന്ന് വാടി. അവളെ കാണാനുള്ള കൊതി കൊണ്ടാ ഞാൻ വന്നത്. രാഘവൻ എന്ത് മണ്ടത്തിലായി പറയുന്നേ? നീ ആക്സിഡന്റ് ആയി ആശുപത്രി കിടക്കുന്നെന്നാ അവളോട് എല്ലാരും പറഞ്ഞേക്കുന്നത്.
നീ അങ്ങോട്ട് ചെന്നാ കള്ളി വെളിച്ചത്താവില്ലേ? ആ വെളിച്ചത്തായ എന്താടി കുഴപ്പം? എപ്പോഴായാലും അവൾ അറിയേണ്ടതല്ലേ? അറിഞ്ഞാ പിന്നെ അവളവിടെ നിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, അവളെ ഞാനും കൊണ്ടുപോകും. ആ നീ അത് സമ്മതിച്ചല്ലേടി? എപ്പോ? എന്റെ അടുത്ത് വേഷം കിട്ടുന്നു. നീയല്ലേ പറഞ്ഞത് അവളെ കൈ കിട്ടി എനിക്ക് തരാമെന്ന്? തരാമെന്ന് പറഞ്ഞാ വാക്ക് ഞാൻ പാലിക്കും. പക്ഷെ ഇപ്പൊ നിനക്ക് അവളെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. എന്താണ് എന്റെ മനസ്സിലിരിപ്പ്? രാഘവ, ഇത് പെണ്ണ് വേറെയാ. എല്ലാ പെണ്ണുങ്ങളും എനിക്ക് ഒരുപോലെ അടി. ചെവള ഒരുത്തിയെ അമ്മയെന്നോ പെങ്ങളെന്നോ വിളിച്ചിട്ടില്ല. എന്റെ നാവിനത് വഴങ്ങില്ല. തെരുവിൽ ജനിച്ചു വളർന്നവനാ ഞാൻ. നീ അവളെ എനിക്ക് വിട്ടു തരുമോ ഇല്ലയോ അതെനിക്ക് ഇപ്പൊ അറിയണം. തരില്ലെന്ന് പറഞ്ഞാ നീ എന്ത് ചെയ്യും? എന്നെ കൊല്ലുമായിരിക്കും. അതിനപ്പുറം ഒന്നും സംഭവിക്കില്ലല്ലോ. എന്താടി ചാവാൻ നിനക്ക് പേടിയില്ലേ? നിന്റെ കൈ കൊണ്ടാ ചാവുന്നെങ്കിൽ എനിക്കതിന് പേടിയില്ല. നീ ഒന്ന് ഓർക്കണം, നിനക്ക് വേണ്ടിയാ ഞാൻ ആ പെണ്ണിനെ നോക്കുന്നത്, അല്ലാതെ രായപ്പന് വേണ്ടിയിട്ടല്ല. പിന്നെന്താടി നിനക്ക് അവളെ വിട്ടു തന്നാ? ആരോഗ്യമില്ലാത്തതുകൊണ്ട് അബോർഷൻ നടക്കത്തില്ല എന്ന് പറഞ്ഞാ ആശുപത്രിയിൽ നിന്ന് അവളെ തിരിച്ചു വിട്ടത്. അവക്ക് എഴുന്നേറ്റിരിക്കാനുള്ള ശക്തി പോലും ഇല്ല. പോരാത്തതിന് വയറ് കാരണം നടക്കാനും വയ്യ. ആ പെണ്ണിനെയാണോ നീ കൊണ്ടുപോകുന്നത്? നിന്നെ കണ്ട ആ പെണ്ണിന്റെ ജീവൻ പോവും. നീ ഒരു കാര്യം ചെയ്, നീ ഇപ്പൊ തിരിച്ചു പോ. രായപ്പന് വേണ്ടിയിട്ടല്ല ഞാൻ അവളെ നോക്കുന്നെന്ന് നീ ഇനിയെങ്കിലും മനസ്സിലാക്കണം. ഒന്ന് കാണാനും നീ സമ്മതിക്കില്ലല്ലേ? വയറ് നിറഞ്ഞ ആ പെണ്ണെ നിനക്ക് കൂടെ കൊണ്ടുപോകാൻ തോന്നത്തില്ല. നീ അവളെ കൊണ്ടുപോയിട്ട് കാര്യമില്ല. ഇനി കണ്ടിട്ട് പോട്ടെ എന്ന് വെച്ചാ അവളുടെ കയ്യിൽ ഫോണുണ്ട്. രായപ്പേട്ടനെ അവള് വിളിച്ച് വിവരം പറഞ്ഞ പിന്നെ അവളെ അവിടെ നിർത്തത്തില്ല. എന്റെ കയ്യിൽ നിന്ന് പെണ്ണു പോവും. പ്രസവം വരെ നീ ഒന്ന് കാത്തിരിക്കേ. അവള് കയ്യിന്ന് പോയാ ഇനി രായപ്പനെ തേടി ഞാൻ പോവില്ല. അതിന് നീ സമാധാനം പറയേണ്ടി വരും. അതെനിക്ക് നന്നായിട്ടറിയാം. അവളെങ്ങും പോവില്ല. അച്ചുവച്ചിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാ പിന്നെ അച്ഛന് 2 മക്കളും ഉണ്ടാവില്ല. അമ്മ അച്ഛനോട് അതൊന്ന് പറയണം. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ അച്ചുവച്ചിയെ വീണ്ടും വിളിച്ചു. എന്തായാലും ആ ചെവള ഇതുവരെ വീട്ടിൽ വന്നിട്ടില്ല. ഞങ്ങൾക്ക് വേണ്ടിയല്ലേ അച്ഛനെ വൃത്തികേടുകളൊക്കെ ചെയ്യുന്നത്. അച്ചുവച്ചി വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് ഞങ്ങൾക്കൊരു ജീവിതം വേണ്ടമ്മേ. അവള് പറഞ്ഞത് തന്നെയാ എനിക്കും പറയാനുള്ളത്. എന്നെ കെട്ടിച്ചു വിടാനും ഇവളുടെ പഠിപ്പിനും വേണ്ടിയാ അച്ഛൻ ഇതൊക്കെ ചെയ്യുന്നത്. അച്ഛന്റെ ഒരു സഹായവും എനിക്ക് വേണ്ട. ഇനിയുള്ള കാലം തയ്യൽ മെഷീൻ ചവിട്ടി ഞാൻ ജീവിച്ചോളാം. ഈ പിള്ളേരോട് ഞാൻ എന്ത് മറുപടി പറയും ദൈവമേ? കാശിന് വേണ്ടി അച്ഛൻ എന്തും ചെയ്യും. ഞങ്ങളും അച്ചുവച്ചിയും തമ്മിൽ എന്ത് വ്യത്യാസം ഉള്ളത്? കുറച്ച് കാശ് കിട്ടിയ സ്വന്തം മക്കളാന്നൊന്നും നോക്കില്ല. അച്ഛൻ ഞങ്ങളെയും വിൽക്കും. അമ്പളേ, നീ ഇങ്ങനെയൊന്നും പറയല്ലേ മോളെ. ഇവള് പറഞ്ഞത് സത്യോ? അച്ഛന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരിയായി നിന്ന സമയത്ത് ഒരു മെഷീൻ വാങ്ങാൻ 10,000 രൂപ ചോദിച്ചിട്ട് അച്ഛൻ തന്നില്ല. കല്യാണ ചെലവിന് SP കൊടുത്ത 12 ലക്ഷം കയ്യിലിരുന്നിട്ടാ അച്ഛനത് തരാതിരുന്നത്. അപ്പൊ വീട് പണയപ്പെടുത്തിയല്ലേ സ്വർണം വാങ്ങിയത്? അമ്മ മാത്രമേ അത് വിശ്വസിക്കൂ. അച്ഛൻ കൊണ്ടുവന്ന് കാണിച്ചത് സ്വർണ്ണമൊന്നും അല്ല, ഇമിറ്റേഷൻ ഗോൾഡാ. അതാ അലമാരയിൽ വെച്ച് പൂട്ടി അമ്മ കാവലിരിക്കുന്നത്. എന്റെ ഈശ്വര, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത്? നമുക്ക് ഒന്നുകൂടെ അച്ചുവച്ചി വിളിച്ചു നോക്കാം. സാർ വന്നിട്ട് കുറച്ച് സമയമായോ? ഞാനിപ്പോൾ എത്തിയതേ ഉള്ളൂ. എന്താ സാറേ വിശ്വനാഥ് സാറില്ലാതെ? അളിയൻ തിരക്കിലായതുകൊണ്ടാണ് ഞാൻ വന്നത്. പിന്നെ അർച്ചനയ്ക്ക് സുഖം തന്നെയല്ലേ? അതെ സാറേ, രാവിലെ എൻ്റെ ഭാര്യ കുറച്ച് പലഹാരങ്ങൾ മറ്റങ്ങോട്ട് പോയിട്ടുണ്ട്. പിന്നെ മക്കളും ഇടയ്ക്കിടയ്ക്ക് പോവും. ആ മലയിലെ രാജപ്പൻ്റെ താമസം കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. ഞാൻ അവിടെ വന്ന് കണ്ടതല്ലേ. ഓ,
ഞങ്ങളങ്ങ് ജീവിച്ചു പോകും സാറേ. രാജപ്പന്റെ ഇളയ കുട്ടിയുടെ പഠിപ്പ് മുടങ്ങിയിരിക്കുകയല്ലേ? അവിടെ നിന്ന് പഠിക്കാൻ പോകാനൊന്നും പറ്റില്ല സാറേ. ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഞാനൊരു പരിഹാരം പറഞ്ഞുതരാം. എന്താ സാറേ? നിങ്ങൾ അവിടെ നിന്ന് വല്ല ടൗണിലേക്കും താമസം മാറിക്കും. മോളുടെ പഠിപ്പും നടക്കും, രാജപ്പന് പോയി വരാൻ സൗകര്യമാവും. എന്നോട് ഏതെങ്കിലും മല കയറി പൊയ്ക്കോളാൻ പറഞ്ഞതും നിങ്ങൾ തന്നെയല്ലേ? ഇപ്പോ ഇങ്ങനെ പറയാനുള്ള കാരണവും സാറ് തന്നെ പറ. അർച്ചനയെ രാജപ്പന്റെ കൂടെ നിർത്താനാ ജയന്തിക്ക് താല്പര്യം. പക്ഷേ ആ വീട്ടിൽ നിർത്താൻ പറ്റില്ലെന്നറിയാം. വിഷമിക്കണ്ട, ടൗണിൽ രാജപ്പന് ഞാനൊരു വാടക വീട് എടുത്തു തരാം. അർച്ചനയുടെ ഡെലിവറി കഴിയുന്നവരെ നിങ്ങൾക്കവിടെ താമസിക്കാം. പുതിയ സ്ഥലമായതുകൊണ്ട് അർച്ചനയെപ്പറ്റി പേടിക്കേണ്ട കാര്യമില്ല. ചോദിക്കുന്നവരോട് അവളുടെ ഭർത്താവ് ഗൾഫിലാണെന്ന് പറഞ്ഞാൽ മതി. പ്രായമായൊരു സ്ത്രീയുടെ കൂടെ അവളെ താമസിപ്പിക്കുന്നത് ശരിയല്ല. ഒരത്യാവശ്യം വരിക എപ്പോഴാണെന്നറിയില്ലല്ലോ. അവിടെയാണെങ്കിൽ ഒരു വണ്ടി കിട്ടാൻ തന്നെ പ്രയാസം. നല്ലൊരു ഹോസ്പിറ്റലും ഇല്ല. പിന്നെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അർച്ചനയുടെ കാര്യത്തിലും ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ജയന്തി പറഞ്ഞത് നല്ലൊരു കാര്യമല്ലേ? കാൽ കാശ് വാടക കൊടുക്കാതെ നിങ്ങൾക്ക് ജീവിക്കാം. രാജപ്പൻ എന്തു പറയുന്നു? സാറ് പറയുന്നത് നല്ല കാര്യം തന്നെയാ. പക്ഷേ അത് നടക്കില്ല സാറേ. അതെന്താ രാജപ്പ? ഇപ്പോൾ ഒരു വീട് മാറ്റം എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല സാറേ. ഭാര്യയ്ക്കും പിള്ളേർക്ക് ആ വീട് നാട് ഇഷ്ടപ്പെട്ടിരിക്കുക. മാത്രമല്ല അത് വാടക വീടൊന്നുമല്ലല്ലോ. ഇത്രയും കാലം ഞങ്ങൾ ജീവിച്ചത് പല പല വാടക വീടുകളില്ല. അതിൽ നിന്നൊരു മോചനം കിട്ടിയെന്ന് ആശ്വസിച്ചിരിക്കുമ്പോൾ വീണ്ടും വാടക വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ അവർ കേൾക്കത്തില്ല സാറേ. പിന്നെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു പേടിയും വേണ്ടെന്ന് ഞാൻ ഉറപ്പ് തന്നതല്ലേ? അതുപോലെ സാറിന്. അത് രാജപ്പ, സാർ ഇനി ഒന്നും പറയണ്ട. ഇതും പറഞ്ഞ് എന്നെ വിളിച്ചു വരുത്തുകയും വേണ്ട. സമയം കളയാതെ സാർ ചെന്നാട്ടെ. ഈ പരിപ്പ് രാജപ്പന്റെ കലത്ത് വേഗത്തില്ല. എപ്പോഴാ അവര് പോയത്? വൈകുന്നേരം 6 മണിയാവും. വയ്യാരത്തെത്തിയെന്ന് ഉറപ്പാണല്ലോ. എത്തി. സുധീന്ദ്രരഞ്ജനെ അവിടെ തന്നെയുണ്ട്. ഞാൻ ഭാഗ്യത്തെ വിളിച്ചിരുന്നു. ആ, ഇതുപോലെ അവളുടെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞ അവൻ ആ ഗർഭിണി പെണ്ണിനെ കാണാൻ പോയത്. അവളെക്കുറിച്ച് വല്ല വിവരം കിട്ടിയോ? അതിനുവേണ്ടി ഹേമൻ രംഗത്തിറങ്ങി കഴിഞ്ഞു. സുധിയെ നിരഞ്ജനെയും നിരീക്ഷിക്കാനും ആളുണ്ട്. ഹേമൻ അവളെ കണ്ടുപിടിക്കും. അന്ന് രാവിലെ ഇവിടുന്ന് പോയ സുധിയും നിരഞ്ജനെയും മടങ്ങി വന്നത് വൈകുന്നേരമാണ്. അതെ, 7 മണിക്ക് പോയിട്ടുണ്ടാവും. വൈകുന്നേരം 6 മണിക്ക് മുമ്പ് തിരിച്ചെത്തി. ഈ ജില്ലയിലല്ല ആ പെണ്ണെന്ന് അതുകൊണ്ട് തന്നെ ഉറപ്പിക്കാം. 4 മണിക്കൂർ കൊണ്ട് എത്താവുന്ന ദൂരത്ത് അവളുണ്ട്. ഏറിയാൽ കോട്ടയം വരെ. 3-4 ജില്ലകൾ കവർ ചെയ്യണം. ഹേമന്റെ ശ്രമവും അത് തന്നെ. സുധിയെ ഇനി ഒരു കാര്യത്തിലും ഞാൻ വിശ്വസിക്കില്ല. നമ്മളെ ബോധപൂർവം വഴിതെറ്റിക്കാൻ അവൻ ശ്രമിക്കും. എനിക്കതറിയില്ലേ. ഹോസ്പിറ്റലുകളെ ലക്ഷ്യമാക്കിയും അന്വേഷണം ഉണ്ടാവും. പ്രായപൂർത്തിയാകാത്ത പെണ്ണെന്നല്ലേ അവൻ പറഞ്ഞത്. അതൊന്നും വിശ്വസിക്കണ്ട. തമിഴ് പെൺകുട്ടി എന്ന് പറഞ്ഞതും കള്ളാവും. വല്ല ഹോസ്റ്റലിലും താമസിച്ച കാശുള്ള വീട്ടിലെ ഏതെങ്കിലും പെണ്ണാവും. അവളെ സംരക്ഷിക്കാൻ ആളും ഉണ്ടാവും. വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ശ്രമങ്ങളൊക്കെ പാളിപ്പോവും വിശ്വട്ടാ. എന്തു വന്നാലും അവൻ വിചാരിച്ചതുപോലെ ഒന്നും നടക്കാൻ പാടില്ല. ഒന്നിനും കഴിയാതെ വന്നാ ഞാൻ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല. ആ സത്യമങ്ങ് നിരഞ്ജനയോട് പറയും. അവളോട് മാത്രമായിട്ട് പറയും. സുധിയിൽ നിന്ന് അർച്ചന പ്രഗ്നന്റ് ആയ വിവരം വിശ്വട്ടാ, അത് കുഞ്ഞിനെ അബോർട്ട് ചെയ്തെന്നുകൂടി പറയും. പറഞ്ഞ അവിടെ തീരും അവരുടെ ജീവിതം. തീരട്ടെ. ഇതിന്റെ പേരിൽ ഞാൻ പശ്ചാത്തപിക്കില്ല. മാനം രക്ഷിച്ചെന്ന് കരുതും. വിശ്വട്ടാ, അമ്മേ, അമ്മയ്ക്ക് ഇനിയും കിടക്കാറായില്ലേ? അച്ഛൻ വരുന്നതും കാത്തിരുന്ന പാതിരാത്രിയാവും. രാഘവൻ തിരിച്ചു പോയെന്ന് ഉറപ്പാണോ? അയാൾ കാർത്തിയാനിക്ക് കാശ് കൊടുക്കാൻ വന്നതാവും. പ്രസവം കഴിയാതെ അച്ചുവെച്ചിയെ കൊണ്ടുപോയില്ലെന്ന് ഉറപ്പായി.
പ്രസവം കഴിഞ്ഞ് അവൻ വരില്ലേ മോളെ? അതിലെന്താ സംശയം? അച്ചുവെച്ചിയെ കാർത്തിയാനിയുടെ വീട്ടിൽ നിർത്താൻ ആവശ്യപ്പെട്ടതേ അതിനല്ലേ? എങ്ങനെ അവന്റെ കയ്യിൽ നിന്ന് നമ്മൾ അവളെ രക്ഷിക്കും? അമ്മ അതോർത്തൊന്നും വിഷമിക്കണ്ട. രക്ഷപ്പെടാനുള്ള വഴികളൊക്കെ അച്ചുവെച്ചിക്ക് അറിയാം. അവൾ എന്തെങ്കിലും നിന്നോട് പറഞ്ഞോ? എങ്കിൽ പറ മോളെ, എന്റെ ഒരു സമാധാനത്തിന്. അച്ചുവെച്ചി രക്ഷപ്പെടും. അതെങ്ങനെയാ മോളെ? പുനലൂരെ ഹോസ്പിറ്റലിൽ അച്ചുവെച്ചി പ്രസവത്തിന് കൊണ്ടുപോയാൽ മാത്രം മതി. അച്ഛൻ വന്നു. ചെവള അവിടെ വന്ന വിവരമൊന്നും അമ്മ പറയില്ലേ? ഇല്ല. ആഹാ, മക്കൾ ഉറങ്ങിയില്ലേ? ഓ, നല്ല കോലത്തിലാണല്ലോ. നിങ്ങളോട് ഞാനൊരു കാര്യം ചോദിച്ചാ അതിനെങ്കിലും ഒന്ന് സത്യം പറയുവോ? രാജപ്പൻ കള്ളനാണെന്നല്ലേടി നീ പറഞ്ഞു വരുന്നേ? നിങ്ങൾ ഓരോന്നും മറച്ചു വെച്ചതുകൊണ്ട് പറഞ്ഞു പോയതാ. ഞാൻ ഓരോന്നും മറച്ചു ഒളിച്ചൊക്കെ വയ്ക്കുന്നതേ നിനക്കൊക്കെ വേണ്ടിയാ, അല്ലാതെ എനിക്ക് വേറെ കെട്ടിയോളും മക്കളൊന്നും ഇല്ല. എന്താടി നിനക്കറിയേണ്ടത്? നീ ചോദിച്ചോ? ഇനിയിപ്പോ എനിക്ക് മറയ്ക്കാനൊന്നുമില്ല. ചെവളയ്ക്ക് അപകടം പറ്റിയെന്ന് നിങ്ങൾ പറഞ്ഞത് സത്യമാണോ? എടി മക്കളെ, നിന്റെ അമ്മയ്ക്ക് ബുദ്ധി വെച്ച് തുടങ്ങിയടി. അവനൊരു കുരുവും പറ്റിയില്ല. അർച്ചനയ്ക്ക് വയറ്റിലുണ്ടെന്ന് അറിഞ്ഞപ്പോ കല്യാണം മാറ്റിവെക്കാൻ ഞാൻ ഉണ്ടാക്കിയൊരു പദ്ധതിയല്ലടി അത്. ചെവള ഇപ്പോഴും ഇരട്ടച്ചങ്കുമായിട്ട് കോയമ്പത്തൂർ ഉണ്ടടി. അവളുടെ പേരൊന്ന് കഴിഞ്ഞോട്ടെ, അവളുടെ കൈ പിടിച്ച് ഞാൻ അവന് കൊടുക്കും. അവളെ വിറ്റ് കിട്ടിയ കാശ് നിങ്ങൾ അനുഭവിച്ചോണ്ടാ മതി. ഈ കുടുംബത്തിനത് വേണ്ട. ഓ, അത്രയ്ക്ക് അഭിമാനമാണേ നീ നിന്റെ മക്കളും ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങണം. ഈ വീടും ഭൂമിയൊക്കെ ഉണ്ടായതും അവളുടെ ജീവിതം വെച്ചാടി. മറന്നു പോയോടി നീയൊക്കെ അത്. എന്താടി നീ ഇറങ്ങുന്നില്ലേ? രാജപ്പൻ ഇനി ഉണ്ടാക്കൂടി, ലക്ഷങ്ങൾ ഉണ്ടാക്കൂ. എന്റെ കൂടെ നിൽക്കാൻ കഴിയാത്തവർക്കൊക്കെ പോവാം. രാജപ്പൻ ജീവിക്കും. 3-4 ലോറികളുടെ മുതലാളിയായിട്ട് രാജപ്പൻ രാജാവായിട്ട് ജീവിക്കും. അവളെ വിട്ട കാശ് രാജപ്പന്റെ